ദൈവത്തിന് സ്തുതി. അഭിമന്യ ഇടവക മെത്രാപ്പോലീത്ത സമുദായ സെക്രട്ടറി ശ്രീ ജേക്കബ് സി മാത്യു, പഞ്ചായത്ത് പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട വൈദികർ, നമ്മുടെ ശബരിയാർ കുര്യാക്കോസ് സാർ, ഭക്തസംഘടനാ ഭാരവാഹികളെ, നമ്മുടെ വികാരി ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ, ഈ പള്ളിയിലെ ട്രസ്റ്റീസ്, കമ്മിറ്റി മെമ്പേഴ്സ്, പ്രിയമുള്ള അതുപോലെ തന്നെ വാർഡ് മെമ്പേഴ്സായിട്ട് വന്നിട്ടുള്ള ജനപ്രതിനിധികൾ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സമയം ഏറെയായി. ഞാൻ ദീർഘമായ ഒരു പ്രസംഗം ഇവിടെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. ഇന്ന് ഒത്തിരി സന്തോഷം തോന്നിയൊരു ദിനമാണ്. എനിക്ക് നൽകിയ പൗരസ്വീകരണം ഇവിടുത്തെ മുഴുവൻ ദൈവമക്കളും അതുപോലെ തന്നെ ജാതി മതഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് സംഘടനാപരമായും ഒക്കെ ആദരിച്ചും ബഹുമാനിച്ചും സ്വീകരിച്ചതുമൊക്കെ പരിശുദ്ധ സഭയോട് ഈ കാണിനാട് ദേശം എത്രമാത്രം സ്നേഹം പ്രകടിപ്പിച്ചു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് ഞാനതിനെ കാണുന്നു. 50 വർഷം ഒരു ഇടവക പൂർത്തീകരിക്കാൻ പോകുന്നു എന്നുള്ളത്, ജൂബിലി ആഘോഷത്തിൻ്റെ തുടക്കം കുറിക്കുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. പക്ഷേ 50 വർഷത്തിലധികമായി ഈ പള്ളി ഇവിടെ നിലനിന്നിട്ട് എന്നുള്ളതാണ് എൻ്റെ ചിന്തയിൽ ഇപ്പോഴും കടന്നു വരുന്നത്. ഞാൻ പല കുറി ചോദിച്ചു, എനിക്ക് കൺഫ്യൂഷൻ വന്നത് നമ്മുടെ സ്കൂളിൻ്റെ, സെൻറ് സ്കൂളിൻ്റെ ജൂബിലി ശതാബ്ദി ആഘോഷം ഇതുമായിട്ട് അല്പം കോറിലേറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷേങ്കിൽ അങ്ങനെ തോന്നിയത്. ഇവിടെ കുര്യാക്കോസ് സാർ പറഞ്ഞതുപോലെ അന്ന് നടന്ന ജൂബിലി സമ്മേളനത്തിൽ എനിക്ക് സംബന്ധിക്കുവാനായിട്ട് സാധിച്ചില്ല. അതിന് തക്കതായ കാരണവും ഉണ്ടായിരുന്നു. ഈ പള്ളി ഇവിടെ ആരംഭിക്കുന്ന മുമ്പ് തന്നെ 50 വർഷങ്ങൾക്ക് മുമ്പ്, പള്ളി ആരംഭിക്കുന്നതിന് 50 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സൺഡേ സ്കൂൾ ഇവിടെ രൂപപ്പെട്ടു. പരിശുദ്ധനായ കൊറിലോസ് തിരുമേനി മലങ്കര സഭയുടെ മലങ്കര മെത്രാപ്പോലീത്തയായി ആദ്യത്തെ, ഇപ്പോഴുള്ള മറുവിഭാഗം നമ്മുടെ സഭയിൽ നിന്നും വിഭജിച്ച് പിരിയുമ്പോൾ 1912 വിഭജിച്ച് പിരിയുമ്പോൾ, ആ വിഭജനത്തിന് ശേഷം ആ സമയത്ത് നമ്മുടെ മലങ്കര മെത്രാപ്പോലീത്തയായി സഭ തിരഞ്ഞെടുത്ത ഒരു പരിശുദ്ധ പിതാവായിരുന്നു. ആ പരിശുദ്ധ പിതാവിൻ്റെ പ്രേരണയിലും അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലവുമായാണ് ഇവിടെ ഒരു കൂട്ടായ്മ ആരംഭിക്കുന്നതും ഇവിടെ സൺഡേ സ്കൂളായിട്ട് നമ്മൾ പ്രവർത്തിച്ചു വരുന്നതും. ഇന്നുള്ള പല ദൈവാലയങ്ങളുടെയും ആരംഭം സൺഡേ സ്കൂൾ ആയിരുന്നു എന്നുള്ളത് ഒരു ചരിത്രം തന്നെയാണ്. കഴിഞ്ഞ ദിവസവും ഞാൻ കോതമംഗലം മേഖലയിലെ പരീക്കണ്ണി പള്ളിയുടെ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അവിടെയും ആ ചാപ്പൽ തുടങ്ങുന്നതിന് എത്രയോ വർഷം മുമ്പ് അവിടെ സൺഡേ സ്കൂൾ ആരംഭിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ, സഭാപിതാക്കന്മാർ, അവരെത്രമാത്രം ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് പ്രാധാന്യം കൊടുത്തു എന്നുള്ളത് നമ്മൾ അതിൻ്റെ പ്രാധാന്യത്തെ കൂടുതൽ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ തുടങ്ങിയ സൺഡേ സ്കൂൾ പ്രസ്ഥാനങ്ങൾ നമ്മുടെ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും മികവുറ്റ ഒരു പ്രസ്ഥാനമായി ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളത് അത്രമേൽ സമർപ്പണത്തോടുകൂടി ഈ ശുശ്രൂഷ നിർവഹിക്കുന്ന അനേകം വിശ്വാസി സമൂഹം തങ്ങളുടെ താലന്തുകൾ പൂർണ്ണതയിൽ വ്യാപാരം ചെയ്ത പ്രസ്ഥാനത്തെ വളർത്തി വലുതാക്കി എന്നുള്ളതിൽ അവരോടെല്ലാം നമ്മൾ എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഈ സമയം പ്രത്യേകം എടുത്ത് പറയട്ടെ. സമർപ്പണ ബുദ്ധിയോടുകൂടി ഇതൊരു ദൈവനിയോഗമായി ഏറ്റെടുത്ത് അതിനെ എല്ലാ അർത്ഥത്തിലും പ്രകാശിപ്പിച്ച, എല്ലാ അർത്ഥത്തിലും അതിന് അർത്ഥവത്തായ ജീവൻ നൽകിയ ആളുകളാണ് നമ്മുടെ സൺഡേ സ്കൂളിലെ പ്രിയപ്പെട്ട അധ്യാപകരും അതിൻ്റെ സംഘാടകരും അതിൻ്റെ ഭരണരംഗത്ത് ഇരിക്കുന്ന ഓരോരുത്തരും. അവരോട് എല്ലാവരോടുമുള്ള സ്നേഹവും ആദരവും ഈ സമയത്ത് പ്രകടിപ്പിക്കുമ്പോൾ തന്നെ മൺമറഞ്ഞു പോയ അനേകം അധ്യാപകർ, സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള അതിൻ്റെ സാരഥികൾ, അവരെല്ലാവരെയും ഓർക്കുന്നു. അവരുടെ എല്ലാം ആത്മാക്കളുടെ
ശാന്തിക്കായി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജൂബിലിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ വികാരിയച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായി. യോബേൽ എന്ന വാക്കിൽ നിന്നുമാണ് ജൂബിലി എന്ന വാക്ക് ഉണ്ടാകുന്നത്. യോബേൽ എന്ന വാക്കിൻ്റെ വാച്യാർത്ഥം എന്ന് പറയുന്നത് ആടിൻ്റെ കൊമ്പ് എന്നാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആടിൻ്റെ കൊമ്പും ജൂബിലിയായിട്ട് എന്താണ് ബന്ധമെന്ന് വിചാരിക്കും. പലസ്തീനിലെ കോലാടിൻ്റെ നീണ്ടു വളഞ്ഞ കൊമ്പുണ്ട്. അതിന് ആടിനെ കശാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൊമ്പൊക്കെ എടുക്കാമല്ലോ. അങ്ങനെയുള്ള നീണ്ടു വളഞ്ഞ കൊമ്പിൻ്റെ അറ്റത്ത്, മുകളിലത്തെ അറ്റത്ത് ദ്വാരമുണ്ടാക്കി അതിലൂടെ ഊതുമ്പോൾ കാഹളം ശബ്ദം പുറത്തു വരും. അപ്പോൾ ജൂബിലി കാഹളമൂതി പ്രഖ്യാപിക്കണമെന്നാണ് പഴയ നിയമത്തിൽ യോവേൽ നമ്മുടെ ലേവ്യ പുസ്തകത്തിലൂടെ യഹോവ കൽപ്പിച്ചിരിക്കുന്നതായി വായിക്കുന്നതും അവർ അനുസരിച്ച് വരുന്നതും. നിശ്ചയമായിട്ടും കാഹളമൂതി ദേശത്തോട് മുഴുവനും ഈ പ്രഖ്യാപനം നടത്തേണ്ടുന്ന ഒരു ആഘോഷം തന്നെയാണ് ജൂബിലി ആഘോഷം. ഇവിടെ അതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്കൊന്നും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കുരുടന് കാഴ്ചയും അടിമക്കൾക്ക് വിമോചനവും ബന്ധിതരെ വിട്ടയപ്പാനുമുള്ള നിയോഗം, കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനുമൊക്കെയാണ് യെശയ്യാ പ്രവചനത്തിലൂടെ 61-ാം അധ്യായത്തിലൂടെ കർത്താവിൻ്റെ പ്രസാദവർഷമായി ജൂബിലി വർഷമായിട്ടാണ് അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. നിശ്ചയമായിട്ടും മനുഷ്യർക്ക് മാത്രമല്ല നിലങ്ങൾക്കും മൃഗങ്ങൾക്കും ഒക്കെ സ്വാതന്ത്ര്യം കൊടുക്കണമെന്നാണ് പറയുന്നത്, അവധി കൊടുക്കണമെന്നാണ് പറയുന്നത്. അന്യായമായി നമ്മൾ കൈവശം വെച്ചിരിക്കുന്നത് യഥാർത്ഥ ഉടമയ്ക്ക് തിരിച്ചു കൊടുക്കേണ്ട വർഷമാണ്. ഇന്ന് അടിമയും ഉടമയും ഒന്നുമില്ല. പക്ഷേങ്കിൽ ഇന്നും അടിമപ്പെട്ട് കഴിയുന്ന അനേകം ആളുകളുണ്ട്. സ്വന്തമായി ഒരു ഭവനം, ഒരു കൂര, ഒരു മനുഷ്യജീവന് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്, ഒരു വ്യക്തിക്ക് ഇല്ലാതെ തെരുവിൽ അലയേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ കുടുംബമായി വാടകയ്ക്കും ഒക്കെ ജീവിക്കേണ്ടി വരുമ്പോൾ അവർക്ക് ഒരു അനാഥത്വമുണ്ട്, അവിടെ ഒരു അടിമത്വമുണ്ട്. സ്വാതന്ത്ര്യം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. സാമ്പത്തികമായ അടിമത്വം എന്ന് പറയുന്നത് ഓരോ ദരിദ്രൻ്റെയും അടിമത്വത്തിൻ്റെ ഒരു അവസ്ഥയാണ്. സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ളതായ അകലം വർദ്ധിച്ചു വരുന്ന ഒരു സംസ്കൃതിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെയാണ് മനുഷ്യ സമൂഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിലുള്ള ചിന്തകളിലേക്ക് നമ്മൾ വരേണ്ടുന്നത്. എല്ലാവർക്കും അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഒരുക്കേണ്ടുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. നമ്മുടെ സമൂഹം അത് ഉറപ്പാക്കുവാൻ ഞാനും നിങ്ങളുമെല്ലാം ഒരുപോലെ അതിൽ ഉത്തരവാദിത്വമുള്ളവരുമാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ കൺമുന്നിൽ അതുപോലെ തലചായ്ക്കാൻ ഇടമില്ലാതെ, സുരക്ഷിതമായ ഭവനമില്ലാതെ, അതുപോലെ തന്നെ നിത്യവൃത്തിക്ക് വകയില്ലാതെ അടിമപ്പെട്ട് കഴിയുന്ന, അടിമത്വത്തിൽ കഴിയുന്ന, സാമ്പത്തിക അടിമത്വത്തിൽ കഴിയുന്ന അനേകം ആളുകൾ നമുക്ക് ചുറ്റുപാടുകളിലും ഉണ്ടാകും. അവർക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക എന്നുള്ളത് കൂടി ജൂബിലി വർഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സമവാക്യമാണ്. നമ്മുടെ കർത്താവും ദൈവവുമായവൻ തൻ്റെ പരശുശ്രൂഷ കാലയളവിൽ തുടങ്ങിവെച്ചതായ, ഇവിടെ തിരുമേനി ഓർമ്മപ്പെടുത്തിയതായ മാതൃകാ വ്യതിയാനം നമ്മൾ അതിലേക്ക് തിരികെ പോകേണ്ടിയിരിക്കുന്നു. ക്രിസ്തു കാട്ടിത്തന്ന മാർഗം, ആ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ച് യാത്ര ചെയ്യുമ്പോഴാണ് ക്രിസ്തു ഇല്ലാത്ത ആലയങ്ങളും ക്രിസ്തു ഇല്ലാത്ത പ്രസ്ഥാനങ്ങളുമൊക്കെയായി നമ്മൾ മാറ്റപ്പെടുന്നത്. ദൈവാലയങ്ങൾ എത്ര പണിത് കൂട്ടിയാലും അവിടെ ദൈവമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. ദൈവാലയത്തിൽ നമ്മൾ എത്തുമ്പോൾ തന്നെ ദൈവം അവിടെ ഉണ്ട് എന്നുള്ളതായ ബോധ്യപ്പെടൽ. ഞാനും നിങ്ങളുമൊക്കെ ആലയങ്ങളാണ് എന്നുള്ളതായ ബോധ്യത്തിലാണ്. എന്നിലും നിങ്ങളിലുമൊക്കെ ദൈവം വസിക്കുന്ന ഇടങ്ങളാണ് എന്നുള്ളതായ ബോധ്യത്തിൽ നിന്നുമാണ് ദൈവത്തെ, നമ്മുടെ കർത്താവും ദൈവവുമായവനെ നമ്മിലൂടെ മറ്റുള്ളവർക്ക് പ്രകാശിക്കുവാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ ദൈവമുഖം കാണുവാനായിട്ട് നമുക്ക് കാണുമ്പോഴാണ് ജൂബിലി വർഷത്തിൻ്റെ പ്രാധാന്യത്തിന് കൂടുതൽ സാങ്കത്യം കൊടുക്കുന്നത്. മറ്റുള്ളവൻ്റെ ദുഃഖങ്ങളിലും വേദനകളിലും ക്രിസ്തുവിൻ്റെ രൂപവും ഭാവവും കാണുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടെങ്കിൽ അവിടെ എന്നിൽ എൻ്റെ ദൈവം ജീവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കണ്ണുണ്ടായിട്ടും കാണാതിരിക്കുന്നവരെ കുറിച്ച് ക്രിസ്തു പറയുന്നുണ്ട്.
കാതുണ്ടായിട്ടും കേൾക്കാത്തവരെ കുറിച്ചും ക്രിസ്തു നമ്മോട് സുവിശേഷിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ കാണണം, ചുറ്റുപാടുകളെ നമ്മൾ നോക്കണം. ഇന്ന് കണ്ണോട് കണ്ണ് ആശയവിനിമയം നടത്തുന്ന രീതികളൊക്കെ മാറിപ്പോയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കണ്ണുകൾ പല ഇടങ്ങളിലേക്കും അതുപോലെയുള്ള ഇലക്ട്രോണിക് മീഡിയയിലേക്കുമൊക്കെ തിരിഞ്ഞിരിക്കുന്നു. ചുറ്റുപാടുകൾ ഇന്നാരും നോക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കണ്ണുകൾ നോക്കി മനസ്സിൻ്റെ വികാരം വായിച്ചെടുക്കുവാൻ, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ജീർണാവസ്ഥയെ വായിച്ചെടുക്കുവാൻ ഇന്ന് സമൂഹത്തിന് ഒരു പരിധിവരെയെങ്കിലും പരാജയം സംഭവിച്ചു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കും. ആ ഒരു തിരിച്ചറിവിൽ നിന്നുമാണ് നമുക്ക് സമൂഹത്തോടുള്ളതായ പ്രതിബദ്ധത അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ശൈഥില്യം ഇന്ന് എല്ലാ മേഖലയിലും സംഭവിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലകളിലും സ്കൂളുകളിലും ക്യാമ്പസുകളിലും എല്ലാം ഇന്ന് ശൈഥില്യമാണ്. കുടുംബങ്ങളിലും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശക്തമായ കുടുംബ ബന്ധങ്ങൾക്ക് ഇന്ന് വിള്ളൽ വീണിട്ടുണ്ട്. ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത ഒരു കാലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയെല്ലാം മനുഷ്യൻ ഉപഭോഗ സംസ്കാരത്തിൻ്റെയും സംസ്കൃതിയുടെയും പിന്നാലെയാണ് പോകുന്നത്. ദൈവവും ദൈവവിശ്വാസവും ദൈവം നമുക്ക് കാണിച്ചു തന്നതായ മാർഗത്തിൽ നിന്നുമൊക്കെ വിട്ട് സഞ്ചരിച്ച് സുഖത്തിൻ്റെയും സമ്പത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും ഒക്കെ പിന്നാലെ പോകുമ്പോൾ പലപ്പോഴും ദൈവാംശം മനുഷ്യ മുഖങ്ങളിൽ നിന്നും മനസ്സുകളിൽ നിന്നും മാറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളത് ഒരു ജീർണാവസ്ഥ തന്നെയാണ്. അവിടെയാണ് അതിൽ നിന്നുമൊക്കെയുള്ള ഒരു മോചനം ജൂബിലി വർഷത്തിൻ്റെ ഒരു സന്ദേശമായി നമ്മൾ ഉൾക്കൊള്ളണം. എൻ്റെ കൽപ്പനകളെ അനുസരിച്ച് പാലിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് ദേശത്ത് നിർഭയം വസിക്കാമെന്ന് യഹോവയായ ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയോട് കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ എൻ്റെ കൽപ്പനകൾ പാലിക്കണം, എൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കണം. അങ്ങനെ നീ എൻ്റെ കൽപ്പനകൾ പാലിച്ച് പ്രമാണങ്ങൾ അനുസരിച്ചാൽ ദേശത്ത് നിർഭയമായി നിനക്ക് ജീവിക്കാമെന്ന് പറയുന്നത് പോലെ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ, പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. യേശുക്രിസ്തുവിൻ്റെ ഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ക്രിസ്തു പറയുമ്പോൾ അത് വെറുതെ അങ്ങ് പറഞ്ഞു പോകുന്ന കാര്യങ്ങളൊന്നുമല്ല. സുവിശേഷം പറഞ്ഞു പോകുവാനും വായിച്ചു പോകുവാനും പ്രസംഗിച്ചു പോകുവാൻ മാത്രമുള്ളതല്ല, സുവിശേഷം ജീവിക്കുവാനുള്ളതാണ്. സുവിശേഷത്തിൽ ജീവിക്കുന്നതിനുള്ളതായ പുതിയ ഉണർവോടുകൂടി ഇച്ഛാശക്തിയോടുകൂടി നമ്മളെല്ലാവരുടെയും ജീവിതത്തെ നമുക്ക് രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കുകയാണെങ്കിൽ നമ്മിലൂടെ മറ്റുള്ളവരിലൂടെ നമുക്കൊരു പുതിയ ജീവിത സംസ്കൃതിയെ, ഒരു പുതിയ മാനവികതയെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കുവാനായിട്ട് സാധിക്കും. ദൈവരാജ്യത്തിന് സമാനമായ ഒരു പുതിയ മാനവികതയെ രൂപപ്പെടുത്തിയെടുക്കുവാനായിട്ട് ക്രിസ്തുവിൻ്റെ രൂപവും ഭാവവും ഉള്ളവരായി നമുക്ക് മാറ്റപ്പെടുവാൻ സാധിക്കുമ്പോൾ കണ്ണുകൾ തുറന്ന് ചുറ്റുപാടുകൾ നോക്കുവാൻ, സഹോദരൻ്റെ സഹജീവിയുടെ, അവൻ ഏത് മതത്തിൽപ്പെട്ടവനാണെന്നുള്ളതല്ല, എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണുവാനും എല്ലാ മനുഷ്യരുടെയും നന്മയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനുമായിട്ട് നമുക്ക് സാധിക്കണം. എത്രമാത്രം ഈ ഇടവകയെ ചേർത്ത് പിടിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെയുള്ള എല്ലാ മതത്തിൽപ്പെട്ടവരും, അതുപോലെ തന്നെ എല്ലാ സമുദായത്തിൽപ്പെട്ടവരും, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും, എല്ലാ രാഷ്ട്രീയക്കാരും ഒരുപോലെ ഈ ഇടവകയും ഇതിൻ്റെ പ്രവർത്തനങ്ങളെയും ഇതിൻ്റെ ജൂബിലി വർഷത്തെയും ഒക്കെ ചേർത്ത് വെക്കുമ്പോൾ നിശ്ചയമായിട്ടും അത് 50 വർഷക്കാലം ഈ ഇടവക അല്ലെങ്കിൽ 100 വർഷത്തെ പഴക്കമുള്ള ഈ ഒരു കമ്മ്യൂണിറ്റി, ഈ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇവിടെ എത്രമാത്രം മഹത്തരമായ സാക്ഷ്യം നിർവഹിച്ചു എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയായിട്ടാണ് ഇവിടെ എനിക്ക് ലഭിച്ച സ്വീകരണത്തിൻ്റെ ആഴങ്ങൾ ഞാൻ കാണുന്നതും അതിൽ ഞാൻ കൂടുതലായിട്ട് അഭിമാനിക്കുന്നതും സന്തോഷിക്കുന്നതും. ഈ ഇടവക അത്രമാത്രം ദൈവകൃപയുടെ, ദൈവപരിപാലനയുടെ വലിയ ഒരു പൂർണ്ണതയിലാണ് നിലനിൽക്കുന്നത് എന്ന് ഈ ജൂബിലി വർഷത്തിൽ എനിക്ക് സന്തോഷത്തോടുകൂടി പറയുവാനായിട്ട് സാധിക്കും. പരിശുദ്ധനായ മർക്കുറിലോസ് തിരുമേനിയുടെ വലിയ മധ്യസ്ഥതയും പ്രാർത്ഥനയും ഏത് കാലത്തും ഇടവകയോടൊപ്പം ഉണ്ട് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. 8 വൈദികർ ഇന്ന് ഈ ഇടവകയിൽ ജീവനോടെ നമുക്ക് മുന്നിലുണ്ട്. ഞാൻ ഈ സമയത്ത് പ്രത്യേകിച്ചും എത്തപ്പാടത്തെ കോർപ്പിസ്കോപ്പാച്ചനെ ഓർക്കുന്നു. അച്ഛനും ഇടവകക്കാരനാണ് എങ്കിലും കൊച്ചി ഭദ്രാസനത്തിലാണ് അദ്ദേഹം ദീർഘകാലം ശുശ്രൂഷിച്ചിട്ടുള്ളത്. എന്നെ ഒത്തിരി സ്നേഹിച്ചിരുന്ന കുടുംബവും എനിക്കുമായി ചില ബന്ധങ്ങളുമൊക്കെ ഉണ്ട്. വന്യനായ കോർപ്പിസ്കോപ്പാച്ചൻ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ബേബി ജോൺ അച്ഛൻ തുടങ്ങി ഏറ്റവും കൊച്ചച്ഛനായ ബേസിൽ അച്ഛൻ വരെ ഇവിടെയുണ്ട്. അവരെല്ലാവരുടെയും പേരെന്ന് ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നില്ല. എല്ലാവരും വളരെ പ്രിയപ്പെട്ടവരും ഈ ഭദ്രാസനത്തിൽ അതിശ്രേഷ്ഠമായ ശുശ്രൂഷ നിർവഹിക്കുന്നവരുമാണ്. ബാബുവച്ചനെ കുറിച്ച് പറയുമ്പം, ബാബുവച്ചൻ ദിവനാസ്യോസ് തിരുമേനിയുടെ സെക്രട്ടറി ആയിട്ട് കൂടെ നടക്കുന്ന ഒരു കാലം, ആ കാലത്ത് ഞാനും പെരുമ്പിള തിരുമേനിയുടെ സെക്രട്ടറി ഒന്നും അല്ലെങ്കിലും എന്നെ കൂടെ കൊണ്ടു നടക്കുമായിരുന്നു. സെക്രട്ടറിയുടെ ജോലിയൊക്കെ ഞാനും ചെയ്യുമായിരുന്നു. ഞാൻ കൊച്ചു ഷമ്മാശനായിരുന്നു. അന്ന് മുതൽക്ക് ബാബുവച്ചൻ എനിക്ക് നന്നായിട്ടറിയാം. ആ സൗഹൃദവും സ്നേഹവും
ഒക്കെ ഇപ്പോഴും അത് തുടരുന്നുണ്ട്. പക്ഷെ അച്ഛൻ അങ്ങനെ അതിൻ്റെതായ സ്വാതന്ത്ര്യം എടുക്കാനോ അല്ലെങ്കിൽ സ്വാധീനത്തിന് വേണ്ടി ഒരിക്കൽ പോലും എൻ്റെ അടുക്കൽ വരാറില്ല. എന്തെങ്കിലും ഔദ്യോഗികമായിട്ട് പള്ളിക്കാരുമുണ്ടെങ്കിൽ വരും, സംസാരിക്കും, പോകുമെന്നല്ലാതെ വിളിയും പറച്ചിലും അങ്ങനെ ലോഹ്യവും ഒന്നും നിലനിർത്തുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ അന്ന് അദ്ദേഹം ഞാനുമായിട്ടുണ്ടായിരുന്ന ആ സൗഹൃദത്തിൻ്റെ ഇഴയെടുപ്പം എൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. എനിക്ക് ഒത്തിരി സ്നേഹമുള്ള ഒരു വൈദികനാണ് ബഹുമാനപ്പെട്ട ബാബുവച്ചൻ. ബാബുവച്ചൻ്റെ പൗരോഹിത്യത്തിൻ്റെ 50 വർഷം ഈ ശുശ്രൂഷയിലേക്ക് വന്നിട്ട്, പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വന്നിട്ട് 50 വർഷമാകുന്നു എന്നുള്ളതിൽ അച്ഛനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അച്ഛന് അല്പം ചില ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഡയബറ്റിക് എന്ന എല്ലാവർക്കും ഉള്ള അസുഖമൊക്കെ തന്നെയാണ്. ഞാനും ഡയബറ്റിക് ഒക്കെയാണ്. മറ്റസുഖങ്ങളൊന്നും അച്ഛനൊന്നുമില്ല. പക്ഷേ എങ്കിൽ ഞാൻ ഈയിടെ കണ്ടപ്പോൾ ചോദിച്ചു, ഡയബറ്റിക് കൺട്രോൾഡ് ആണോ എന്നൊക്കെ ചോദിച്ചപ്പം കൺട്രോൾഡ് ആണെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ശരീരത്തിൻ്റെ അവശതകളും രോഗത്തിൻ്റെ പ്രയാസങ്ങളും ഒക്കെ മറന്നുകൊണ്ടാണ് ഈ ശുശ്രൂഷ ബഹുമാനപ്പെട്ട അച്ഛൻ നിർവഹിക്കുന്നത്. അച്ഛനെയും അച്ഛൻ്റെ കുടുംബത്തെയും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള നമ്മുടെ പ്രാർത്ഥനയിൽ അദ്ദേഹത്തെ നമ്മൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണം. നിശ്ചയമായിട്ടും സഭാ ശുശ്രൂഷയിൽ ശ്രേഷ്ഠമായ സേവനം ചെയ്യുന്ന വൈദികരെ അംഗീകരിക്കുന്നതും അവരെ ആദരിക്കുന്നതുമൊക്കെ എത്രയും ശ്രേഷ്ഠമായ ഒരു കാര്യം തന്നെയാണ്. ആ നിലകളിൽ ബഹുമാനപ്പെട്ട ബാബുവച്ചനും അംഗീകാരങ്ങളൊക്കെ ലഭിക്കേണ്ടുന്ന ആളാണ്. ഇടവക അദ്ദേഹത്തെ ആദരിച്ച് ബഹുമാനിക്കുന്നതിൽ ജൂബിലി വർഷം അദ്ദേഹത്തെ, ഈ പള്ളിയുടെയും ജൂബിലി വർഷമാണ്, ബഹുമാനപ്പെട്ട അച്ഛൻ്റെയും ജൂബിലി വർഷമാണ്. രണ്ടും ഒത്തുചേരുന്നു എന്നുള്ളതും വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. പ്രിയമുള്ളവരെ, എനിക്ക് തന്ന സ്വീകരണത്തിനും നിങ്ങൾ എല്ലാം പറഞ്ഞ നല്ല വാക്കുകൾക്കും നിങ്ങളുടെ ഹൃദയത്തിൽ എനിക്ക് ഇടമുണ്ട് എന്നുള്ളതായ ബോധ്യവും വാസ്തവത്തിൽ ഒത്തിരി സന്തോഷം തരുന്നതാണ്. അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഇന്ത്യാ സമുദ്രത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇന്ത്യാ സമുദ്രത്തെക്കാളും കലുഷിതമായ അന്തരീക്ഷമാണ് നമ്മുടെ സഭയ്ക്കുള്ളത്. അത് 100 വർഷത്തിലധികം പഴക്കമുള്ള പ്രശ്നങ്ങളാണ്. അത് എനിക്ക് തോന്നുന്ന ഈ സഭ ആരംഭിക്കുന്ന ആദ്യമ ക്രൈസ്തവ സഭയുടെ കാലം മുതൽക്ക് തന്നെ ഈ സഭയ്ക്ക് എന്നും പീഡനകാലം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ബൈബിളിലൊരു കാര്യം പറയുന്നുണ്ട്. പരിശുദ്ധനായ സാഖാ ഒന്നാമൻ പാത്രിയർക്കീസ് ബാവ, ഒരിക്കൽ ഞാൻ ഡമാസ്കസിലായിരിക്കുമ്പോൾ അവിടെ ഇറാഖിലെ ബാവായ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കോറപ്പിസ്കോപ്പ അച്ഛനുണ്ട്. ആ കോറപ്പിസ്കോപ്പ അച്ഛൻ ഞങ്ങളുടെ കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ ഇറാഖിൽ ഭയങ്കര യുദ്ധം നടക്കുന്ന സമയം, യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് IS-ന്റെ തീവ്രമായ പീഡനം ക്രൈസ്തവ സഭകൾ ഏൽക്കുന്ന ഒരു സമയമാണ്. 10-20 വർഷത്തോളമായി. അപ്പോൾ സഖാ ബാവായും ഈ കോറപ്പിസ്കോപ്പ അച്ഛനും വേറെ 2 പ്രധാനപ്പെട്ട ആൾക്കാരും ബാവായുടെ ഹോം ടൗണിൽ നിന്നുള്ളവരാണ്. ഇങ്ങനെ സംസാരിച്ചു. ഒരു ഫോൺ കോൾ വന്നു. ഈ ഫോൺ കോൾ വന്നപ്പം അതിൽ മറുവശത്തൊന്നും പറയുന്ന കാര്യം കേട്ട് പാത്രിയർക്കീസ് ബാവ ഞെട്ടിത്തെരിച്ചുപോയി. എന്താണെന്നൊരു പിടിയും കിട്ടിയില്ല. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ കോറപ്പിസ്കോപ്പ അച്ഛൻ്റെ മകൻ ഒരു വൈദികനാണ്, ഒരു യങ് പ്രീസ്റ്റ്. അവ ബാഗ്ദാദിലെ തെരുവിൽ അദ്ദേഹത്തിൻ്റെ കഴുത്തറുത്ത് അദ്ദേഹത്തിൻ്റെ തല അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് വെച്ചിട്ട് ആഘോഷിക്കുന്ന ഒരു പിക്ചറാണ് അന്നേരം പാത്രിയർക്കീസ് ബാവയ്ക്ക് കിട്ടിയത്. സ്വന്തം അപ്പൻ അച്ഛൻ കോറപ്പിസ്കോപ്പ അച്ഛനോണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കണ്ടവാനും വാവിട്ട് കരഞ്ഞു. ഒത്തിരി ക്രൈസ്തവർ ആ സമയത്ത് IS-ന്റെ ആക്രമണത്തിൽ വളരെ മൃഗീയമായി കൊല ചെയ്യപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. പള്ളികളെല്ലാം നഷ്ടപ്പെട്ട്, പള്ളികളെല്ലാം തകർത്തെറിഞ്ഞ് ഈ മലഞ്ചെരുവിൽ, മലയിടുക്കുകളിൽ, പാറപ്പുറത്ത് ത്രോണോസ് ഉണ്ടാക്കി ഒളിവിടങ്ങളിൽ പോയി കുർബാന ചൊല്ലിയ വൈദികരും ബിഷപ്പുമാരും സന്യാസിനിമാരും ജനങ്ങളും അങ്ങനെ ചിതറിപ്പോയ ഒരു ജനക്കൂട്ടമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. അത് ഇറാഖിൽ ഏറ്റവും ഭീകരമായിരുന്നു. അതൊക്കെ മുന്നാലെ ഒരു 100 വർഷം മുമ്പ് ഇതേ വലിയ ഭീകരമായ അന്തരീക്ഷമുണ്ടായി. ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയത് തുർക്കിയിലുണ്ടായി ഓട്ടോമാൻ എംപററിന്റെ കാലത്ത്. അങ്ങനെ ഈ സഭ എത്രയോ വർഷമായി ഇന്നസെന്റ് ആയിട്ടുള്ള, ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, ക്രിസ്ത്യാനിയാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കൊല ചെയ്യപ്പെട്ട ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ, രക്തസാക്ഷികളുടെ രക്തം കൊണ്ട് പടുത്തുയർത്തിയ ഒരു സഭയാണ് എന്നുള്ളതിൽ നമ്മൾ യഥാർത്ഥത്തിൽ അഭിമാനിക്കേണ്ടുന്നവരാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇന്ന് നമ്മളുടെ മുന്നിലുള്ളതായ പ്രതിസന്ധികൾ ഒന്നുമല്ല എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. നിശ്ചയമായിട്ടും ദൈവം അമരത്തുണ്ടെങ്കിൽ, എൻ്റെ കർത്താവും ദൈവവും അമരത്തുണ്ടെങ്കിൽ, കപ്പിത്താനായിട്ട് കൂടെയുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആ ഒരു ബലത്തിലാണ് ഇപ്പോൾ ഈ സഭ നൗക മുന്നോട്ട് പോകുന്നത്. ദൈവം കൂടെയുണ്ട് എന്നുള്ളതായ ബോധ്യം. ദൈവം എന്ന് നമുക്കൊപ്പമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തകർന്നടിഞ്ഞു പോകും. അതുകൊണ്ട് ദൈവത്തെ, കർത്താവിനെ ചേർത്ത് നിർത്തിക്കൊണ്ട്
എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായവൻ ശക്തി പകർന്നു തരുന്നവനാണ് എന്നുള്ളതായ ബോധ്യത്തോടുകൂടി എൻ്റെ ബലഹീനതയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് സഹോദര മെത്രാപ്പോലീത്തന്മാരുടെ പരിപൂർണമായ പിന്തുണയോടും ഈ സഭയിലെ ശുശ്രൂഷ അനുഗ്രഹീതരായ വൈദികരുടെ അതിശ്രേഷ്ഠമായ ശുശ്രൂഷ നേതൃത്വവും ഈ സഭയെ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് സഭയെ ചേർത്ത് വയ്ക്കുന്ന വിശ്വാസത്തിന് വേണ്ടി എന്തും ത്യജിക്കുവാൻ തയ്യാറുള്ള ഒരു ജനസമൂഹം ഈ സഭയിലുള്ളിടത്തോളം കാലം ആർക്കും ഈ കർത്താവിൻ്റെ സഭയെ തോൽപ്പിക്കുവാനോ പരാജയപ്പെടുത്തുവാനോ സാധിക്കുകയില്ല. ലോകത്തിന് മുന്നിലുള്ള പരാജയങ്ങളാണെന്ന് ഏതെങ്കിലും ദേവാലയങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും അതൊന്നും ഒരിക്കലും ഒരു പരാജയമല്ല. കല്ലും സിമന്റും ഉപയോഗിച്ച് പണിയുന്നതായ ദേവാലയങ്ങളോ സെമിത്തേരിയോ നഷ്ടപ്പെടുമ്പോൾ അത് നഷ്ടമാണ്, അത് വേദനയാണ്. എങ്കിൽ കൂടിയും അതിലൊന്നും തകർത്ത് കളയാൻ പറ്റാത്ത ഒരു വിശ്വാസമാണ് യാക്കോബായ സുറിയാനി സഭയുടെ മക്കൾക്കുള്ളത് എന്നുള്ളത് ലോകത്തോട് എത്ര ശക്തമായാണ് ഈ സഭ, ഈ സമൂഹം വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അത്രയും വലിയ ഒരു കരുത്തുള്ള ഒരു സഭയാണ് ഈ പരിശുദ്ധ സഭ. അതിൽ എത്ര ലക്ഷം ആളുണ്ട് എന്നുള്ളതൊന്നും വലിയ വിഷയങ്ങളൊന്നുമല്ല. നമ്മളുടെ വിശ്വാസത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്, അതിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്, അതിൻ്റെ കരുത്തെന്ന് പറയുന്നത് ഈ ഓരോ ജനത്തിൻ്റെയും ഹൃദയത്തിലുള്ള സഭയോടുള്ളതായ സ്നേഹവും എന്ത് നഷ്ടപ്പെടുമെന്ന് പറയുമ്പോഴും സഭയുടെ വിശ്വാസത്തിന് വേണ്ടി പരിശുദ്ധനായ കുര്യലോസ് ബാവ പകർന്നു തന്നതായ വിശ്വാസം അത് പിതാക്കന്മാരിലൂടെ നമുക്ക് കൈമാറി തന്നിട്ടുള്ളതാണ്. ആ വിശ്വാസത്തിന്റെ പൈതൃകത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ എന്തെല്ലാം നഷ്ടം വന്നാലും അതൊക്കെ വലുതായിട്ടുള്ളതായ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുള്ളതായ മനസ്സുള്ളവരായി ദൈവം നമ്മെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഈ കഴിഞ്ഞ കാലങ്ങളിലെ 2017 ശേഷമുള്ളതായ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് നമുക്ക് ഭാരപ്പെടാനൊന്നുമില്ല. നമ്മുടെ ജനങ്ങൾ, വിശ്വാസി സമൂഹം ഒരുമിച്ച് നിൽക്കുന്നിടത്തോളം കാലം നമുക്കൊന്നിനെയും ഭയപ്പെടേണ്ടതായ ആവശ്യമില്ല. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതുന്നത് ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട. അത് നമ്മുടെ എല്ലാം ജീവിതത്തിലും അങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മളിങ്ങനെ ഓരോന്നിനെ കുറിച്ച് ഓർത്തും ഭാരപ്പെടാൻ പോയി കഴിഞ്ഞാൽ ഇല്ലാത്ത അസുഖങ്ങളൊക്കെ നമ്മെ തേടി വരും. അപ്പൊ അതുകൊണ്ട് ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കുകയത്രേ വേണ്ടത് എന്നുള്ളതായ അപ്പോസ്തലന്റെ പ്രബോധനം ഉൾക്കൊണ്ടുകൊണ്ട് വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സഭാ ജീവിതത്തിലും സമൂഹത്തിലും നമുക്ക് നല്ല മാതൃകയായി മുന്നോട്ട് പോകുവാൻ നമ്മുടെ വിശ്വാസം അതിശ്രേഷ്ഠവും സത്യവിശ്വാസവുമാണ് എന്ന് ഉയർക്ക പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയ്ക്ക് പരിശുദ്ധ പത്രീർക്കീസ് ബാവായുടെ അനുഗ്രഹീത മേലധ്യക്ഷതയും കീഴിൽ എൻ്റെ ബലഹീനതയിൽ എനിക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നതായ ഈ സ്ഥാനം അതിൻ്റെ പൂർണ്ണതയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സഭയെ മുന്നോട്ട് നയിക്കുവാൻ ദൈവം എന്നെ ശക്തിപ്പെടുത്തൽ. നിങ്ങളുടെ പ്രാർത്ഥന അതിന് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ, നിങ്ങളുടെ മുഖത്തെ വിടർന്ന ചിരി കാണുമ്പോൾ എൻ്റെ യാത്രയിലെ വേദനകളോ അല്ലെങ്കിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളോ, ജേക്കബ്സി കുറേയൊക്കെ അറിയും, തിരുമേനിമാർക്കൊക്കെ ഒത്തിരി പ്രതിസന്ധിയുണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ ആരെയും കാണിക്കാതെ ആരോടും പങ്കുവെക്കാതെ രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥനകളിലുമൊക്കെ കുർബാനകളിലുമൊക്കെ ഇതെല്ലാം എൻ്റെ കർത്താവിനോട് പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ നമ്മുടെ ജനം, നമ്മുടെ വിശ്വാസി സമൂഹം ഇതൊക്കെ അറിയുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഇന്ത്യ സമുദ്രത്തിൻ്റെ കാര്യമൊക്കെ ആ സഹോദരൻ ഇവിടെ പറഞ്ഞത്. ശക്തമായ അടിയൊഴുക്കുണ്ട്, പല കാര്യങ്ങളും ശക്തമായ പ്രതികൂലതകളുമുണ്ട്. പക്ഷേങ്കിൽ ദൈവം നമ്മെ നടത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നുമുള്ള ചില പരാമർശങ്ങളും കണ്ടെത്തലുകളും ഒക്കെ നമുക്ക് ഒത്തിരി ആശ്വാസം പകർന്നു തരുന്നതാണ്. 2017 ശേഷം ബഹുമാനപ്പെട്ട കോടതി അങ്ങനെ നിലപാടെടുത്തതും ബഹുമാനപ്പെട്ട ഗവൺമെന്റ് നമ്മുടെ ഈ നീതി നിഷേധത്തെ അതിശക്തമായി അതിനെതിരെ മുന്നോട്ട് വന്നതും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമുക്ക് പൂർണ്ണമായ പിന്തുണ നൽകിയതും ഇവിടെയുള്ള എല്ലാ സമുദായങ്ങളും നമ്മെ പിന്തുണച്ചതുമൊക്കെ ഈ സഭയുടെ ഭാഗതയത്തിൽ അല്ലെങ്കിൽ ഈ സഭയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. നിശ്ചയമായിട്ടും കാലം ചെയ്ത പുണ്യശ്ലോകനും താപസശ്രേഷ്ഠനുമായ തോമസ് പ്രഥമനും ബാവ തിരുമേനിയെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പകരക്കാരനില്ലാത്ത അമരക്കാരൻ എന്ന് നമ്മൾ അദ്ദേഹത്തെ പറയുമ്പോൾ നിശ്ചയമായിട്ടും അദ്ദേഹത്തിനൊരു പകരക്കാരനാവാൻ എനിക്ക് സാധിക്കും, ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ അദ്ദേഹത്തിലൂടെ അദ്ദേഹത്തിൻ്റെ നിഴലായി പ്രവർത്തിച്ചപ്പോൾ ലഭിച്ചതായ ഒരു അനുഭവജ്ഞാനമുണ്ട്. അതിൽ നിന്നും ഇന്നിൻ്റെ കാലഘട്ടത്തിലെ സഭയുടെ ആവശ്യങ്ങൾ വിവേചിച്ചറിഞ്ഞുകൊണ്ട് ഒരു പാരഡൈം ഷിഫ്റ്റ്, ഒരു മാതൃകാ വ്യതിയാനം എന്ന സഭയ്ക്ക് ഏതൊക്കെ മേഖല ആവശ്യമുണ്ടോ ആ മേഖലകളിലൊക്കെ ആ ഒരു മാതൃകാ വ്യതിയാനം ക്രിസ്തു സ്വഭാവത്തിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്റ്റോ സെൻട്രിക്കായി
നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കണം. ദേവാലയം പണിതാലും അവിടെ ദൈവമുണ്ടാകണം. ദേവാലയത്തിൽ വന്നാലും നമുക്ക് മുന്നേ അവിടെ ദൈവമുണ്ടാകണം. ദൈവമില്ലാതെ ദേവാലയം ഉണ്ടായതുകൊണ്ടോ ദൈവമില്ലാതെ ദേവാലയത്തിൽ വന്നതുകൊണ്ടോ ഒരു കാര്യവുമില്ല. അപ്പം ദൈവത്തിൽ കേന്ദ്രീകൃതമാക്കിക്കൊണ്ട് ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വാസത്തിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാം. ഒരു ശക്തിക്ക് നമ്മെ തോൽപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നഷ്ടങ്ങൾ വരുന്നതൊന്നും നമുക്ക് ഒരു തോൽവിയായിരിക്കില്ല. വിശ്വാസത്തെ തോൽപ്പിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. അതാണല്ലോ ഈ സഭ ചരിത്രത്തിലൂടെ ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് തുർക്കിയിൽ അന്ന് പീഡനം അനുഭവിച്ചെങ്കിൽ അന്ന് അവർ പലായനം ചെയ്തു. സ്വീഡനിലേക്കും ജർമ്മനിയിലേക്കും അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും അതുപോലെ കാനഡയിലേക്കുമൊക്കെ. ഇന്ന് സുറിയാനി സഭ അവിടെയെല്ലാം എത്രമാത്രം ഫ്ലറിഷ്ഡ് ആണെന്നറിയാമോ? വളരെ സമ്പന്നമായ സഭയായി ജർമ്മനിയിലും സ്വീഡനിലും യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും കാനഡയിലുമൊക്കെ യാക്കോബായ സുറിയാനി സഭ ഇന്ന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ പെടുന്നതായ അനേകം മെത്രാപ്പൊലിത്തന്മാരുള്ള അനേകം ആസ്ഥാനങ്ങളുള്ള വലിയ സഭയായിട്ട് വളർന്നിട്ടുണ്ട്. ഒരിടത്ത് നിങ്ങൾ പീഡിപ്പിക്കപ്പെടും. അന്ന് സാക്കാബ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരു ഇടത്ത് നിങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ അടുത്ത നഗരത്തിലേക്ക് ഓടിപ്പോകുവിനെന്നാണ് കർത്താവ് പറഞ്ഞ അതേ സുവിശേഷം തന്നെയാണ് അന്ന് സ്വന്തം മകന്റെ തല വെട്ടി നെഞ്ചത്ത് ആ തല വെച്ച് ഫോട്ടോ കാണേണ്ടി വന്ന ഒരു അപ്പൻ്റെ ഒരു അനുഭവം ആലോചിച്ച് നോക്കി. ആ അച്ഛനാണേലും അമ്മായിയും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ്. എത്രമാത്രം വേദന. അതുപോലെ എത്രയോ പേരാണ് കൊല ചെയ്യപ്പെട്ടത്. അവിടെയൊന്നും വിശ്വാസം തകർക്കപ്പെട്ടില്ല. പ്രിയമുള്ളവർ, നമുക്ക് അങ്ങനെയുള്ള ദുരനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. നമ്മൾ പണിത പള്ളികളൊക്കെ അവർ കൊണ്ടുപോയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നമുക്ക് അർഹതപ്പെട്ട ഇടങ്ങൾ നമ്മൾക്ക് പുറത്തിറങ്ങേണ്ടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ബലമായിട്ട് പിടിച്ച് പുറത്തിറക്കിയിട്ടുണ്ടാകാം. അതൊന്നും നമ്മളുടെ വിശ്വാസത്തെ തകർത്തിട്ടില്ല, സഭയെ ക്ഷീണിപ്പിച്ചിട്ടുമില്ല. പക്ഷെങ്കിൽ അവിടെയെല്ലാം ഊർജ്ജസ്വലതയോടും കരുത്തോടും കൂടി ദൈവത്തിൻ്റെ ജനം ചേർന്നു എന്നുള്ളത് തന്നെയാണ്. അത്ര വലിയ പരീക്ഷണം നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി ദൈവം നമ്മെ നടത്തിയവനായ ദൈവത്തിന് സ്തുതി കരയേറ്റിക്കൊണ്ട് സ്തോത്രം കരയേറ്റിക്കൊണ്ട് ഇനിയുമുള്ള വഴികൾ സുഗമമാകുവാനും ഒരു ശാന്തിയുടെ തീരത്ത് എത്തണമെന്നുള്ള ആഗ്രഹമുണ്ട്. എത്രയോ കാലമായി ഇങ്ങനെ തുടരുന്നു. വ്യവഹാര വിമുക്തമായ ഒരു സഭ നമുക്കുണ്ടാവണം. വ്യവഹാര വിമുക്തമായൊരു സഭയെ നമ്മൾ സ്വപ്നം കാണണം. ഒരു കാലത്ത് സ്വപ്നത്തിന് ചിറകുമുളയ്ക്കുമെന്ന് നമ്മളെ പഠിപ്പിച്ചുള്ള അനേകം മഹാന്മാരുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് അങ്ങനെയുള്ള സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുവാൻ ക്രിസ്തു നമ്മിലൂടെ പ്രവർത്തിക്കുമ്പോൾ ആ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. പിന്നെ ദൈവത്തിൻ്റെ സഭ എന്നുള്ള നിലയിൽ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ആ പദ്ധതിക്ക് നമ്മൾ അല്പം സ്പേസ് കൊടുക്കണം. നമ്മുടെ ഇഷ്ടപ്രകാരം മാത്രം സഭ പോകണമെന്ന് നമ്മൾ ശാഠ്യം പിടിക്കരുത്. എല്ലായിടത്തും ദൈവത്തിന് സ്പേസ് കൊടുക്കണം. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നുള്ളതായി ബോധ്യത്തിലായിരിക്കണം നമ്മൾ ദൈവത്തിന് അവസരം കൊടുക്കേണ്ടത്. അതുകൊണ്ട് കേസുകൾ നൂറ്റാണ്ടുകൾ കേസുകൾ നടത്തി, ചർച്ചകൾ പലതും നടത്തി, എവിടെയും ചെന്നെത്തിയിട്ടില്ല. ഇപ്പോഴും നൂറുകണക്കിന് കേസുകളാണ് വരുന്നത്. ഓരോ ദിവസം പുതിയ പുതിയ കേസുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് അതിലൊന്നും നമ്മൾ ഭാരപ്പെടുന്നില്ല. നമ്മുടെ ആഗ്രഹം ക്രിസ്തീയ സാക്ഷ്യത്തിന് വിഫലമാണ്. പുതിയ പുതിയ കേസുകൾ വരുന്നത് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ കൂടിയും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ദൈവം ഒരിക്കൽ നടപ്പാക്കി തരുമെന്നുള്ളതായ പൂർണ്ണമായ ബോധ്യത്തോടുകൂടി സഭയായി നമുക്ക് ചേർന്ന് നിൽക്കാം. അമരത്തിരുന്ന് എൻ്റെ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളെല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ സഭാനൗകയെ മുന്നോട്ട് നയിക്കുവാൻ ഉള്ള കഴിവും ശക്തിയും ആത്മധൈര്യവും ദൈവിക പ്രാഭവവും നൽകണമേ എന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അനുഗ്രഹീത ഇടവകയുടെ ജൂബിലി വർഷം വിശ്വാസത്തിൽ പ്രോജ്വലിച്ചു നിൽക്കുന്ന ഇടവക ജനത്തിന് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നേരുന്നു. ബഹുമാനപ്പെട്ട അച്ഛനൂടെ പ്രഖ്യാപിച്ച ജൂബിലി വർഷത്തിൽ നിങ്ങൾ ചെയ്യുന്നതായ സമൂഹത്തോടെ പ്രതിബദ്ധതയോടുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നിറവേറ്റുവാനും അതിലും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനും ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അനുഗ്രഹീത ഇടവകയ്ക്ക് ജൂബിലി മംഗളങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി എന്നോട് നിങ്ങൾ കാണിച്ച സ്നേഹത്തിനും അതുപോലെയുള്ള വലിയ സ്വീകരണത്തിനും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടുകൂടിയും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ.